ചെറിയ യാത്രയല്ല. ചേട്ടാ നമസ്കാരം, എന്റെ പേരെന്താ? എന്റെ പേര് ജോപ്പൻ. ജോപ്പൻ അല്ലേ? ജസ്റ്റ് ബൈക്കൊന്നും ഇപ്പത്തെ ഞങ്ങൾ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയാണ്. ചേട്ടാ എവിടുന്ന് വരുന്നേ? ഞാൻ കോട്ടയത്ത് നിന്ന്. കോട്ടയം. അതെ. അപ്പൊ നേരെ നമ്മളെ നാട്ടിലെത്തി, പാലക്കാട് മണ്ണാർക്കാട് എത്തി. ഇപ്പൊ എവിടുന്ന് കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്താണ്? കോട്ടയത്ത് ഏറ്റുമാനൂർ അടുത്ത് അതിരമ്പുഴ എന്നുള്ള സ്ഥലത്താണ് എന്റെ വീട്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു തീം എന്ന് പറഞ്ഞാൽ ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടനാടാണല്ലോ ഇന്ത്യയിൽ ഏറ്റവും സമുദ്രനിരപ്പിൽ താഴ്ന്നു കിടക്കുന്ന സ്ഥലം. അപ്പോൾ അപ്പർ കുട്ടനാട് എന്നുള്ള ഞങ്ങളുടെ പഞ്ചായത്ത് കഴിഞ്ഞാൽ നീണ്ടൂർ പഞ്ചായത്ത് അപ്പർ കുട്ടനാട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയിലും കൂടിയാണ് അപ്പർ കുട്ടനാട് കിടക്കുന്നത്. അപ്പർ കുട്ടനാട് കാശ്മീരിലെ യാത്ര. അതെ, ഏറ്റവും ലോന്ന് ഹൈയിലേക്കുള്ള അത് സൈക്കിളില്. അതെ അതെ. ഡിഫറെന്റ് ആയി തോന്നി. എന്താ അറിയോ, കൂടെ ഒരു ആളുണ്ട്. ഇവന്റെ പേരെന്താ? അവളാണല്ലേ? കുഞ്ഞിന്നാണ് പേര്. കുഞ്ഞി. അതെ. ഇവളെയും കൂടെ കൂട്ടാൻ എന്താ കാരണം? ഒരു 8 വയസ്സുണ്ട്. നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ കിടന്ന് വളർന്ന ഒരാളാണ്. അപ്പൊ ഞാനുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. അപ്പൊ വീട്ടിലിട്ടിട്ട് പോന്നാലും അവർക്ക് നമ്മളെ പിരിയുന്ന ഒരു ബുദ്ധിമുട്ടാവും. കാരണം ഞാൻ പലപ്പോഴും പലയിടത്തും കൂട്ടുകാരുടെ കൂടെ എല്ലായിടത്തും പോയി കഴിഞ്ഞാല് ഒറ്റയ്ക്ക് പോയാൽ പിന്നെ പുള്ളിക്കാരി തീറ്റ തിന്നൊക്കെ വളരെ കുറവാണ്. ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിച്ചോണ്ട് തന്നെ ഇരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ കൂടെ ആളെയും കൂട്ടി. അപ്പൊ പിന്നെ സേഫ് ആണ്, എനിക്കും സേഫ്റ്റി ഉണ്ട്. കാരണം നൈറ്റൊക്കെ വല്ലയിടത്തും ടെന്റ് അടിച്ച് കിടക്കുമ്പോൾ ചില ആളുകളുണ്ട്, നമുക്കറിയാമല്ലോ, മദ്യപിച്ചിട്ട് വരുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ നമ്മുടെ പരിസരത്തൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവള് പെട്ടെന്ന് തന്നെ അലേർട്ടാവും. നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. അവർക്കൊരു സേഫ്റ്റി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര മാസമായി? ഇപ്പൊ അടുത്ത 11-ാം തീയതി, അതായത് ഫെബ്രുവരി 11-ാം തീയതി 4 മാസമാവും. 4 മാസമാവും. ഒക്ടോബർ 11-ന് ഇറങ്ങിയതാ. ഒക്ടോബർ 11 ഇറങ്ങിയാണ്. ഇനിയിപ്പോ 5 ജില്ലയും കൂടി ഉണ്ട്. ഇത് 9ാമത്തെ ജില്ലയാണ്. ഒരു ജില്ലയുടെ മാക്സിമം എന്നെ കൊണ്ട് ചവിട്ടി പോകാന്നത്തോളം ഏരിയ ഞാൻ പോയിട്ടേ പോകത്തുള്ളൂ. ഫുൾ കവർ ചെയ്യും. അല്ല, നമ്മുടെ നാട് മൊത്തത്തിൽ, കേരളം മൊത്തത്തിൽ എനിക്ക് കാണണം. ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പോകാൻ പരിമിതികളുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ കുന്ന് പോലെയുള്ള കുന്നുകളായിരിക്കുകയില്ല. അപ്പോൾ നമ്മുടെ സൈക്കിളിനും പോകാന്നതിന്റെ മാക്സിമം ഞാൻ പോകാൻ ശ്രമിക്കുന്നുണ്ട്. 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഫുഡും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലേ? ഒരു ക്യാമ്പിംഗ് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എവിടെയെങ്കിലും പെട്ടുപോയാലും അത്യാവശ്യത്തിന് നമുക്ക് വല്ല നൂഡിൽസോ വല്ലതും ഉണ്ടാക്കി കഴിക്കണം എന്ന് വെച്ചെന്നാൽ ഉള്ള ഒരു ഇത്. ഇവിടുന്ന് ഇനിയിപ്പോ അട്ടപ്പാടിക്കാണ് പോകുന്നത്. അട്ടപ്പാടി ഇറങ്ങി ഇതുവഴി തന്നെ തിരിച്ച് മലപ്പുറം നിലമ്പൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. വീട്ടിൽ പാരക്കല്ലേ? വൈഫും പിള്ളേരും ഉണ്ട്. പിള്ളേരുണ്ടല്ലേ? എടാ, പിന്നെ ഇങ്ങനെ ട്രിപ്പ് പോവാനേ എന്തായാലും മോട്ടിവേഷൻ? സാധാരണ സൈക്കിളിൽ ട്രിപ്പ് പോവാന്നല്ല. ഞാൻ ചെറുപ്പം തൊട്ട് യാത്ര ചെയ്യുന്ന ആളാ. പക്ഷെ അത് ബസ്സിലാന്നേ ഉള്ളൂ. ബസ്സിലാണ് യാത്ര ചെയ്യുന്നല്ലേ? ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ കുറച്ചുനാള്